ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ദിവസം വരുന്നത്. ലൈക്ക് ഇത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ ആ ടൈമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ലൈക്ക് ആസ് യു നോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് ബാക്ക് ഓൺ ട്രാക്ക് ആവണതേ ഉള്ളൂ. ഞാൻ അത്ര ഭയങ്കര ആക്റ്റീവ് സ്റ്റേജിലൊന്നും അല്ല, ആക്റ്റീവ് മോഡിലല്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ യൂട്യൂബിലോ ഒന്നിലും ഞാൻ ആക്റ്റീവ് അല്ല. ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മൂഡില്ല, പിന്നെ സെക്കൻഡ് മൂഡില്ല, അത് തന്നെയാണ്. സോ ഇന്നല്ല നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു ഒരു കൈൻഡ് ഓഫ് ബർത്ത്ഡേ ഡേ ഔട്ട്. സോ നമ്മൾ കുറച്ച് സെൽഫ് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, ലൈക്ക് ഹെയർ കട്ട് അങ്ങനെയൊക്കെ. പിന്നെ എന്താണ്, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ട്. ലൈക്ക് രാമേശ്വരം കഫേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫേമസ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഷോപ്പിംഗ്, ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് പ്ലാൻസ്. അപ്പം അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. സോ എല്ലാവർക്കും ഒന്നും കൂടെ വെൽക്കം ബാക്ക്. സോ നമുക്ക് റെഡി ആവാം. ലൈക്ക് ഞാൻ കുറച്ച് മേക്കപ്പ് എന്ന് പറയാൻ പറ്റുമോ, ലിപ്സ്റ്റിക്ക്, കുറച്ച് ബ്ലഷ്, കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഞാനിന്ന് ഇടാൻ പോകുന്ന ടോപ്പ് ഈ ഒരു ക്യൂട്ട് ക്രോപ്പ് ടോപ്പാണ്. ലൈക്ക് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നത്, ഒരു ആൽബൻ ലീബേ മിഠായി മാതിരി. സോ ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇനി എൻ്റെ എപ്പോഴും ഉള്ള എൻ്റെ ഒരു ജീൻസ്, ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ചേഞ്ച് ചെയ്തിട്ട് കാണാം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. സോ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു ബനാന കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കറങ്ങി കിടക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കണ്ടീഷൻ. സോ നമ്മളിപ്പോൾ ബാംഗ്ലൂർ എത്തി. ഇനി ഒരു ഊബർ എടുക്കണം. ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ബർത്ത്ഡേ ഗേളിനെ ഞാൻ കാണിച്ചു തരാം. ആലിയ ഹൈ പറയൂ. സോ നമ്മൾ രാമേശ്വരം കഫേയിലെത്തി. എന്തിങ്ങനെ തിരക്കെന്ന് എനിക്കറിഞ്ഞൂടെ, ഇത്രയും തിരക്ക, കല്യാണം പോലെ ഉണ്ട്. എന്താണ് ഫാമിലി എല്ലാവരും ശരിക്കും കല്യാണം ഒരു ഫീൽ. അമ്മ ഇത് കൈൻഡ് ഓഫ് ഒരു അമ്പലവും കൂടിയാണ് കേട്ടോ. തിരക്കുള്ള വിചാരിച്ച പോലെയല്ല, ഒടുക്കത്തെ ക്യൂ ആണ്. ലൈക്ക് നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇത്രയും വലിയ നിൽക്കണം. അത് കഴിഞ്ഞ് സാധനം വാങ്ങാൻ വേറൊരു ക്യൂ. ഈ സൺഡേ ഒന്നും വരാൻ പറ്റിയൊരു സ്ഥലമല്ല. ഓ മൈ ഗോഡ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഓർഡർ കൊടുത്തു. ലൈക്ക് ഇനി വേറൊരു ലോങ് ക്യൂ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ. കിട്ടി, കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. സോ നമ്മൾ കഴിച്ചു കഴിഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. എനിക്ക് അത്ര ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. മേ ബി തിരക്കൊക്കെ കാരണം ഇനി ഉണ്ടാക്കിയ രീതി മാറിപ്പോയാണെന്ന് എനിക്കറിഞ്ഞില്ല. എനിക്കിവിടുത്തെ ബീഫ് ദോശ ഭയങ്കര ഫേവറേറ്റ് ആണ്. ബട്ട് ഇന്ന് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല, അത്ര ഒരു വേർത്തായിട്ട് തോന്നിയില്ല. ലൈക്ക് ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. ഇത്രയും തിരക്കും അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു JP നഗർ, ഇന്ദിരാനഗറിലൊക്കെ ഇതിൻ്റെ ഇതുണ്ട്. അവിടെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സോ നമ്മളെത്തി. സാസിൽ എന്ന്
പറഞ്ഞൊരു സലൂണിലാണ് നമ്മൾ പോകുന്നത്. മഴ തുടങ്ങി, മഴ പെട്ടെന്ന് നമുക്ക് ക്രോസ് ചെയ്ത് പോവാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഫേസിലെ ഗ്ലോ കണ്ടോ? ഞാനൊരു ക്ലീനപ്പ് ഒക്കെ ചെയ്തു. ഞാൻ മുടിയൊന്നും ചെയ്തിട്ടില്ല, അത് ഞാൻ അടുത്ത് വരുമ്പം. പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അങ്ങോട്ട് പോയ ആളല്ല ഇത്. വെൽക്കം ടു ഷോർട്ട് ഹെയർ. എങ്ങനെയുണ്ട്? എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഞാനാണ് ഇൻഫ്ലുവൻസർ. അയ്യോ, ഇവിടെ ടു മച്ച് കളക്ഷനാണ് സ്റ്റുഡിയോയിൽ. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയതേ ഉള്ളൂ ലുലു മോളിൽ. അവിടെ ഇത്രയും കളക്ഷൻ ഇല്ല. ഇവിടെ ഒടുക്കത്തെ കളക്ഷൻ. പൈസ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. സോ നമ്മൾ വെസ്റ്റ് സൈഡിലോട്ട് വന്ന് ഇവിടുത്തെ കളക്ഷൻ കണ്ടിട്ട് കണ്ണ് തള്ളി നിൽക്കാനല്ല, നമുക്കൊന്നും വാങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര കളക്ഷൻ. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് ആർക്കെങ്കിലും റിലേറ്റബിൾ ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ലൈക്ക് നമ്മൾ പൈസ കൊണ്ടുവരുമ്പോഴേക്കും ഒരു കളക്ഷനും കാണില്ല. അപ്പോൾ പൈസ ഇല്ലാതെ ദാരിദ്ര്യത്തിലാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയ. ഇവിടെ ഉള്ളതെല്ലാം നല്ല ഭംഗിയായിരിക്കും. എന്ത് ചെയ്യാൻ, ഇപ്പോൾ പൈസ ഇല്ല കറൻ്റ്. കണ്ടു നിൽക്കാൻ ഭയങ്കര കളക്ഷൻ. ഞാൻ കളക്ഷനൊന്നും കാണിച്ചു തരുന്നില്ല. കുറേ ഉണ്ട്. ഒരു ക്രോപ്പ് ടോപ്പ് ഞാൻ നോക്കി, അതിന് 800 ആണ്. പിന്നെ ഞാൻ നിർത്തി, വേണ്ട, കണ്ടു നിന്നിട്ട് പോവാം. വാങ്ങുന്നില്ലേ വെസ്റ്റ് സൈഡിൽ കളക്ഷൻ? പൈസയും കൂടെ വേണം, പൈസയും കൂടെ വേണം കേട്ടോ. ലാസ്റ്റ് തിങ്ങാണ്, നമ്മൾ ചീസ് കേക്ക് കഴിക്കാൻ പോവുകയാണ്. That's unsalted caramel. So salted caramel. We have 3 different toppings. French caramel. സോ നമ്മൾ ചീസ് കേക്ക് ഒക്കെ ഓർഡർ ചെയ്തു. ഇത് ബ്ലൂബെറിയും ഇതെന്തോ അൺസോൾട്ടഡ് ക്രീമി സംതിങ്. നമ്മൾ ക്യാൻഡിൽ കൊണ്ടുവരാൻ മറന്നുപോയി. ഇവിടെ ചോദിച്ചപ്പം ഒരു കുട്ടി ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ആ മതി. ഹാപ്പി ബർത്ത്ഡേ ആലി. അവളെന്നെ കത്തിച്ച് അവളെന്നെ ഊതട്ടെ. സോ നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ ഇനിയാണ് റിയൽ എൻ്റെ ലൈക്ക് പ്ലാൻ തുടങ്ങാൻ പോണത്. പ്ലാൻ എന്നല്ല, ലൈക്ക് ഞാൻ ഒരു കുട്ടി സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്രയും മികച്ച രീതിയിൽ എനിക്ക് ആക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്ക് ലൈക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ആ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഞാൻ പെട്ടുപോയി. ബട്ട് സ്റ്റിൽ ഞാൻ കുട്ടി കാര്യങ്ങൾ
ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കിയെടുക്കണം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഇതാണ് ഞാൻ കൊടുക്കുന്ന കുട്ടി ഗിഫ്റ്റ്. സോ ഞാൻ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ഫ്രഷ് ആവാൻ പോയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഞാൻ ഒന്ന് റെഡിയായി. ന്യൂ ഡ്രസ് കൊള്ളാവോ? എനിക്ക് ഈ കളറില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത സൈസ് എടുക്കേണ്ടി വരുമെന്ന്. ലൈക്ക് കൈയൊക്കെ കുറച്ച് ടൈറ്റാണ്. എന്തോന്നാന്ന് ഞാൻ പറയണം. ലൈക്ക് ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവളെ റിയാക്ഷൻ കാണാനായിട്ട്. മാഡം ഇതുവരെയായിട്ട് ഇറങ്ങിയില്ല കുടി കഴിഞ്ഞിട്ട്. കുറച്ച് നേരം ആക്റ്റീവ് നിൽക്കാം. അതാണ് ഞാൻ ഇതിന്റെ സോക്സ് ചെയ്തന്നെ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോണ്ട് എന്റെ ആയിട്ടുള്ള കൊള്ളാവോ? പുതിയ വീട്ടിൽ വെക്കുക. സെന്റഡ് മണത്തോക്ക് മണ്ണുണ്ടോ? ഇതെല്ലാം പുതിയ വീട്ടിൽ ഇറക്കാം. ഇത്രേ ഉള്ളു, തീർന്നു. അതിട്ട് അണിഞ്ഞ് വരൂ. വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മി ശരിക്കും കണിയാടാ. വലിയ തന്നെ ആദ്യം പിടിക്കല്ലേ ചോടാറുന്നതാട്ടെ. നേരത്തെ ഡിന്നർ കഴിച്ച് ഇറങ്ങൂല. ഇവിടെ എനിക്ക് കണ്ണ് കണ്ടുകൂടടാ. അതൊരു അഡ്വാൻറ്റേജ് ആയല്ലോ. ആ യെസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ആലി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതന്നെ കഴിക്കും. നാണം കെട്ടോ സൂര്യനാരായണ. എന്റെ ടോപ്പിലല്ലോ വയ്ക്കുക. ഇവിടെ നല്ല ലൈറ്റിംഗ് ആണെടാ. എല്ലായിടത്തും ലൈറ്റിംഗ്.
ഷുഗർ കിട്ടാണെങ്കിൽ ഇത് ഗുലാബ് ജാമുനാ. ഗുലാബ് ജാമുൻ ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്യാതെ പോയി ഫ്രിഡ്ജിലെ ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ ഐസ്ക്രീം വാങ്ങി நல்லா வச்சு சாப்பிடு. ഗുലാബ് ജാമുൻ കാലാ ജാമുൻ. I was planning to make ഇതാരടാ നിനക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തന്നെ? അവിടെ ഞാൻ മാത്രമാണോ റാപ്പ് ചെയ്യാത്ത? എനിക്കല്ല റാപ്പ് ചെയ്ത് தெரியாது. എല്ലാരും അടിപൊളിയാണല്ലോ. പക്ഷേ ഈജിയിൽ അത്രയും വരൂല കേട്ടാ പൊതിയിൽ. ചേട്ടന്റെ കവറിന്റെ അത്ര വരില്ല. സെക്യൂരിറ്റിയാണ് അവിടുത്തെ. എല്ലാം കാണാൻ പാടില്ല. നല്ല ഇറക്ക്. പെട്ടെന്ന് തമിഴ് വരണം. നല്ല ഇത് ഞാൻ പറഞ്ഞ കപ്പ്. അയ്യോ എനിക്കിഷ്ടമാണിത്. സമാധാനമാക്കിട്ട് നിക്കണം. ഞാനന്ന് കണ്ട് ടീം മാറ്റുന്ന ഇത് ഇൻസ്റ്റാഗ്രാം DP എന്താ ഇവിടെ இந்த ரெஃபரன்ஸ் உனக்கு അറിയില്ലേ? இந்த ரெஃபரன்ஸ் സീപ്പ് വെച്ച റെഫറൻസ് യൂണിക്കോൺ റെഫറൻസ് എല്ലാം ആരാണെന്ന് നോക്കിക്കേ. ദേവാൻഷ് അഗെയിൻ ബാക്ക് ടു മൈ വ്ളോഗ്. ശിവന്തടാ സോ ബാക്കി എടുക്കാൻ നോക്കിയപ്പം ചാർജ് തീർന്നു ഈ ഫോണിൽ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ട്രീറ്റ് ആയിരുന്നു. ഹൈദരാബാദി ദം ബിരിയാണി, വേറെ എന്താ കഴിച്ച്, നാൻ, അൽഫാം ഒക്കെ കഴിച്ചു. ഭയങ്കര എരിവായിരുന്നു, സ്പൈസി സാധനമായിരുന്നു. എന്നാലും നമ്മൾ കഴിച്ചു. രാത്രി ഒരു 10 മണിയൊക്കെ ആയില്ലേ. അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആലി? നല്ലായിരുന്നു. ആരെ വിളിക്കുന്നു? നല്ല ദിവസമായിരുന്നു. നല്ലായിരുന്നു സൂപ്പർ. ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. ഗിഫ്റ്റ് ഇഷ്ടമായി. നല്ലായിരുന്നു. നീ വീണ്ടും വീണ്ടും എടുത്ത് കാണണം എനിക്ക് ഗിഫ്റ്റ്. ഓക്കെ. ശരി, ഞാനിടും. അപ്പൊ ഇതൊക്കെ ഉണ്ട്. ഒന്നുകൂടെ പറയുന്നൊക്കെ ഇടുമെന്ന്. സോ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നല്ലൊരു ദിവസമായിരുന്നു. കൊള്ളാം. ആഫ്റ്റർ സോലോ കുറേ നാൾക്ക് ഇംഗ്ലീഷ് കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു ദിവസം വന്നത് അല്ലേ ആലി? സോ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ. അടി അടി ഇവിടെ